കാണിച്ചൊപ്പിച്ചതിന് എന്ത് കിട്ടിയടാ നിനക്ക്? എന്നോട് പോർക്കണം. നമുക്ക് കാണേണ്ടത് ഇവനെയല്ല. ഇറങ്ങടാ. ഒറ്റയടിക്ക് 5 കാരണം പറഞ്ഞ് ദൂരത്തിറക്കി വീഴുന്നവനെ അല്ല ഗുണ്ടാപ്പനെ കേൾക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ പട്ടിക്ക്. ഞങ്ങളെ ചേരി ഒഴിപ്പിക്കാനായി ഇവന്റെ പിന്നിൽ ഓശാന പാടി നടക്കുന്നവരുടെ കൂട്ടത്തിൽ ആണായി പറഞ്ഞ തന്റെ ഇടമുള്ള ഒരുത്തനുണ്ടെങ്കിൽ വറ, ഒറ്റയ്ക്ക് ഏറ്റുമുട്ടാം. വറ. ഇവരൊക്കെ ചോര നീരാക്കി പണമുണ്ടാക്കിയതാണ് ആ കുടിലുകൾ. വെറും ഒരു കാറ്റടിച്ചാൽ നിലം പൊത്തുന്ന കൂരകൾ തകർക്കാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കാൻ നാരികളെന്ന് ഓർത്തോ? നിന്റെയൊക്കെ ഈ മണിമാളിയെ തകർക്കാൻ ഈ കൈക്കരുത്ത് മതി. എവിടെയോ തന്റെ മോള്? വിളിക്കണോ അവളെ? പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. ഇവളാണോ സ്ത്രീ? എടി, മനസ്സിൽ സ്നേഹവും ദയവും കാരുണ്യവും ഒത്തുചേർന്നവളാണ് സ്ത്രീ. നിന്നെ കൊണ്ടോടി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പാന്റ് ഷർട്ടും വലിച്ചു കയറ്റി മുന്നും മിന്നും തള്ളിച്ച് ആണും പെണ്ണും അല്ല നടന്നാ പോരാ, തന്തയ്ക്ക് പറക്കണോടി. വൃത്തികെട്ട രീതിയിൽ മറുപടി പറയാൻ ആളില്ലാന്ന് കരുതി കൂടുതൽ ഷോ കാണിക്കല്ലേ. ആ ചേരിയോടും അവിടുത്തെ ആൾക്കാരോടും തനിക്ക് അത്ര വലിയ താല്പര്യമാണെങ്കിൽ ആ സ്ഥലം ഓസിനടിച്ചെടുക്കുന്നതല്ലടോ ആണത്വം. വിലക്കെടുക്ക്. വിൽക്കാൻ ഞങ്ങൾ തയ്യാറാ. എന്താ നാവിറങ്ങിപ്പോയോ? നാക്കിന്റെ ബലത്തിൽ മാത്രം ഷൈൻ ചെയ്യാൻ പറ്റില്ല. അല്പം കാശിന്റെ പിൻബലം കൂടി വേണം. പുറത്തു കൊടുത്താൽ 1 കോടിക്ക് മേലെ വില കിട്ടും. പക്ഷേ നീയൊന്നും അത് തരണ്ട. 50% ഡിസ്കൗണ്ട്. ഓൺലി 50 lakhs. 50 ലക്ഷം. 1 മാസത്തിനകം ഉണ്ടാവോ തരാൻ? എന്താ നേതാക്കന്മാരൊന്നും മിണ്ടാത്തെ? ഇന്നേക്ക് 30 ദിവസം തികയുന്ന കാശുമായി ഞാൻ വരും. അന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്തി തരാം. ഓ ഷുവർ. തിരിച്ചൊരു കണ്ടീഷൻ കൂടി. പണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് തന്നെ ഒഴിഞ്ഞു പോയിക്കൊള്ളണം എല്ലാവരും. സമ്മതിച്ചു. അത് നിങ്ങൾ മാത്രം പറഞ്ഞാ പോരാ, ഇവരൂടെ പറയട്ടെ. ഒന്ന് അഡ്വാൻസ് കൊടുക്കാതെ കാലാവധി പറയുന്ന ശീലം എനിക്കില്ല. അഡ്വാൻസ് ഇസ് അഡ്വാൻസ്. ബാക്കി 49,99,999 രൂപ രജിസ്ട്രേഷന്റെ അന്ന്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും. നീ ചേരി മൊത്തം വിലക്കെടുത്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കവര്. അവർക്കറിയില്ലല്ലോ നിന്റെ ഈ വാക്കിന്റെ പുറത്ത് അവരെല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന്. 30 ദിവസം കൊണ്ട് 50 ലക്ഷം രൂപ. ഈ ചേരിക്കാരുടെ ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ എടുത്താലും 50,000 രൂപ വരുമോ? എന്ത് മണ്ടത്തറ നീ കാണിച്ചേ? എങ്ങനെ ഉണ്ടാവുമെന്ന് കരുതിയാ നീ വിളിച്ചു പറഞ്ഞത്? മോഷ്ടിക്കും. ഒരിക്കൽ ചെയ്യാത്ത കുറ്റത്തിന് കള്ളനായവനാ ഞാൻ. ഇനി ചെയ്ത കുറ്റത്തിനാവട്ടെ. ഇൻകം ടാക്സ് വെട്ടിച്ചും എൻഫോഴ്സ്മെന്റുകാർ കാണാതെയും പൂഴ്ത്തി വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ആ കോളനിയിൽ പലരുടെയും കയ്യിലുണ്ട്. അത് ഞാൻ മോഷ്ടിക്കും. അങ്ങനെ അവരുടെ കാശ് കൊണ്ട് തന്നെ ഞാൻ ഈ ചേരി വാങ്ങും. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്ന് ഇന്ന് തന്നെ ആവട്ടെ തുടക്കം. പീറ്ററെ, ആ കോളനിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനാരാ? കേണൽ R.K. നായർ. താനായിരുന്ന വല്ലം തടഞ്ഞോ? ഒരഞ്ഞാണം. ഇതാ ഗോപാൽജിയുടെ ഭാര്യയുടെ അറിഞ്ഞാണല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? അതെന്തൊക്കെയാ എവിടെയൊക്കെ ഉള്ളതെന്ന് നിങ്ങളല്ലേ നോക്കി വെക്കാൻ പറഞ്ഞത്? ചെല്ല് ആരെങ്കിലും കാണും. ആ പെണ്ണും പിള്ളേർ അരഞ്ഞാണം എവനെങ്ങനെ കണ്ടു? ഒരു കള്ളന്റെ വീട്ടിൽ മറ്റൊരു കള്ളന് വേണ്ട. എല്ലാവരും വിളിച്ചുണർത്തി പിടിപ്പിക്കാം. എന്നാലേ എനിക്കൊരു വെയിറ്റ് ഉണ്ടാവും. ഓടിവാ, ഈ വീട്ടിൽ കള്ളനുണ്ട്, ഞാൻ കാണിച്ചുതരാം. കുള്ളനെ നമ്പിയാലും കള്ളനെ നമ്പരുതെന്ന് പറഞ്ഞ അത്രയും ശരി. കൂട്ടത്തിൽ നിന്നിട്ട് അവൻ എന്റെ കാല് വാരുന്നോ? ക്ഷമിക്കണം സാർ, സാഹചര്യവശാൽ
ആദ്യമായിട്ട് മോഷ്ടിക്കാൻ കയറിയ ഒരു നിഷ്കളങ്കനായ കള്ളനാണ് ഞാൻ. അതും ഒരു നല്ല കാര്യത്തിന് വേണ്ടി. ഒരു സ്ഥിരം കള്ളനായി ഇത് തുടർന്നു പോകാൻ ഉദ്ദേശവുമില്ല. ഞാൻ ചെങ്കൽച്ചേരി വാങ്ങിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്ത വിവരം സാറ് അറിഞ്ഞതല്ലേ? ഈ കോളനിയിലെ കള്ളപ്പണക്കാരുടെ പൈസ കൊണ്ട് തന്നെ അത് വാങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ച ഒരു തെറ്റാണെങ്കിൽ സാറിന് എന്നെ പിടിച്ചു കൊടുക്കാം. സാർ എന്ത് പറയുന്നു? താൻ ആരാ? എന്നെ മനസ്സിലായില്ലേ? കള്ളനാണെന്ന് മനസ്സിലായി. ഇവനോ? വെപ്പൂടിയാ ഇനി വന്നേ. തന്നെ പിടിക്കാനാണോ ഈ കോളനി മുഴുവൻ ഇളകിയിരിക്കുന്നത്? അത് ശരി, ഇപ്പൊ ശരിയാക്കി തരാം. വെച്ചിട്ടു. അയ്യോ, താങ്ക് യു വെരി മച്ച്. ഇത് എവിടുന്നാ? ഒരു നാടക കമ്പനി ചൂണ്ടിയതാ. കൊള്ളാം. എത്ര കാലമായി കേണൽ സാർ ഈ പ്രച്ഛന്ന വേഷമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? ഒരു മാസമായി. എന്നാ ഇനി സമയങ്ങളല്ല, ചെന്ന് പറ അകത്തൊരു കള്ളനുണ്ടെന്ന്. അത് പറയാനാ ഞാൻ പോകുന്നത്. അതെ, അവര് കേറി വന്ന് എന്നെ പിടിക്കുമ്പോ എനിക്കും അഴിച്ചു കാണിക്കാമല്ലോ നിങ്ങളുടെ ഈ മുഖംമൂടി. താനല്ലോ ഈ കോളനി മുഴുവൻ കട്ടുമുടിപ്പിക്കുന്നത്. അത് ശരി, എന്റെ വീട്ടിൽ കയറി എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? തന്നെ പിടിച്ചു കൊടുക്കും. ഞാനും ഓത്താവും, ഞാനും ഓത്താവും. രണ്ടുപേരും അകത്താവുന്നുള്ള കാര്യം ഉറപ്പാ. ദയവേദി എന്നെ പിടിച്ചു കൊടുക്കരുത്. നീ പൊടി ചോക്ലേറ്റ്. എന്താ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കും. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കൊടുക്കണോ? കൊടുക്കും. കുറച്ചുപേര് പുറകെ പോയി നിൽക്ക്. പിൻവാതിൽ കൂടി കള്ളൻ രക്ഷപ്പെടരുത്. മുൻവാതിലിന്റെ മുമ്പിൽ നിങ്ങളെ കുറുക്ക നിൽക്കട്ടെ. ഇങ്ങോട്ട് വാ. അവിടെ പോയി നില്ലേ? അവിടെ നില്ലടാ. എത്രയോ കള്ളന്മാരെ പിടിച്ച കൈയാണിത്. ഈ കള്ളനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിട്ടു നീ തന്നെ പിടിച്ചാ മതി. അങ്ങോട്ട് ചെല്ലടാ. കള്ളല്ലേ? കേണൽ സാറേ ഇനി കേണല്ലേ അവൻ തട്ടിക്കാനോ? എന്താ എല്ലാരും കൂടി പാതിരായ്ക്ക് ഒരു പട്ടാളക്കാരന്റെ വീട്ടുമുറ്റത്ത്? കള്ളൻ അകത്ത് കള്ളൻ കയറിയിട്ടുണ്ട്. പിടിക്കണ കുറുക്കെ നോക്കി നിൽക്കാതെ നിക്കൂ. ആരും അകത്തേക്ക് പോകണ്ട. അവര് കള്ളനെ പിടിക്കട്ടെ. കള്ളൻ അവനകത്തുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവൻ കള്ളനല്ല. ഒരു കള്ളനെ പോലെ ഒളിച്ചും പാർത്തും സ്വന്തം അച്ഛനെ കാണാൻ വന്ന എന്റെ മകനാണവൻ. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഞാൻ എന്തിനാണ് ഇവിടെ താമസിക്കുന്നതെന്ന്? ഇല്ല, ആരും ചോദിച്ചിട്ടില്ല. ആ ചെങ്കച്ചേരി താമസിക്കുന്ന എന്റെ മകനെ കാണാൻ. അതെ, എനിക്ക് പറ്റിയ ഒരു കൈപ്പിഴ. പണ്ട് ബംഗ്ലാദേശിൽ വെടിവെപ്പ് കാലത്ത് ഒളിവിൽ കഴിഞ്ഞ് എനിക്ക് അഭയം തന്ന ഒരു സ്ത്രീയിൽ എനിക്കുണ്ടായിപ്പോയ ഒരു കൈപ്പഴ. സ്ത്രീ ഉണ്ടായിട്ടും കൈപ്പഴയോ? അങ്ങനെ വേണ്ടി വന്നു മിസ്റ്റർ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു ആ സ്ത്രീയിൽ എനിക്കൊരു മകനുണ്ടെന്ന്. അവനാണ് അകത്ത്. മകനെ സ്വന്തം തന്തയുടെ മുമ്പിൽ വെച്ച് നിനക്ക് തല്ലണോ കൊല്ലണോ? അച്ഛാ, മകനെ, അച്ഛാ, മകനെ, അച്ഛൻ നിഖാരാധീനാവരുത്. ദുരഭിമാനം വെടിഞ്ഞ് അച്ഛൻ നിന്നെ മകനായി അംഗീകരിച്ചടാ. ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇവനാണ് എന്റെ മകൻ, എന്റെ പൊന്നോമന പുത്രൻ. ഒരച്ഛൻ മകന്റെ മുമ്പിൽ തോക്കുന്നു. എന്റെ അച്ഛൻ ഒരിക്കലും തോൽക്കാൻ പാടില്ല. എന്റെ മകൻ ഒരിക്കലും തോക്കാൻ പാടില്ല. എന്റെ അച്ഛൻ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകൻ തോക്കാൻ ഞാൻ സമ്മതിക്കില്ല. മകനെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻ എവിടുത്തെ കൂർക്കയാടോ? സ്വന്തം അച്ഛൻ മകനാണെന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ദാ എന്റെ രണ്ടാനമ്മ വരെ എന്നെ മകനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അമ്മേ, എന്തോ അമ്മയെ വിട്ടിട്ട് അച്ഛനെ പിടിയടാ. അമ്മേ, നിന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കൊതി തീർന്നില്ലടാ. അച്ഛാ, ശ്രദ്ധിച്ച് ഇപ്പൊ വിശ്വാസമായല്ലോ. ഇന്ന് മുതൽ ഇവൻ എന്റെ മകനായി എന്റെ കൂടെ ഇവിടെ താമസിക്കും. എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കളുടെ ഏക അവകാശി ഇവനായിരിക്കും, ഇവൻ മാത്രം. അച്ഛാ, എന്നെ ഒന്ന് താങ്ങ്. അച്ഛന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് എനിക്ക് എന്തിനച്ഛാ? എനിക്ക് എന്റെ അച്ഛനെ മാത്രം മതി. എനിക്ക് സ്വത്ത് വേണ്ട അച്ഛാ. കോടീശ്വരനായ കേണൽ നായരുടെ ഒരേ ഒരു മോന അവനെന്ന്. അവനോടാണ് നിന്റെ ചെറിയ തലയിൽ തോന്നിയ വലിയ ബുദ്ധി പ്രയോഗിച്ചത്. ഒന്നും കാണാതെ അല്ല അവനന്ന് വില പറഞ്ഞത്. എന്തിനാടി ഇനി 30 ദിവസം? 3 മണിക്കൂറിനുള്ളിൽ അവൻ 50 ലക്ഷമായിട്ട് വരില്ലേ? കൂടുതൽ വിവരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവളെ ഊട്ടി വിട്ട് പഠിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായി? 10 വേണം 10 വേണം. ഇനി എന്റെ മെക്കട്ട കാരണം. എന്റെ ദൈവമേ, 1 കോടിക്ക് മേൽ വില കിട്ടുന്ന മുതല് വെറും 50 ലക്ഷം ഉറുപ്പ്യക്ക് വിൽക്കേണ്ടി വരൂലോ. ആ രജിസ്ട്രേഷൻ നടക്കില്ല. ഞാനത് നടത്തില്ല. രജിസ്ട്രേഷൻ തീയതി ഓർമ്മിപ്പിക്കാനാണെങ്കിൽ ഇനിയുണ്ട് 28 ദിവസങ്ങൾ. ഈ കഥ ഇത്ര വരെ കൊണ്ടെത്തിച്ച ചന്ദ്രപ്പന് അത് ഈസിയാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ വന്നത് അതിനൊന്നുമല്ല. പിന്നെ കണ്ടുമുട്ടുമ്പോഴേ ഉടക്കിൽ തുടങ്ങുക, പിന്നീട് ശത്രുത കൂടി കൂടി
ഒടുവിൽ അതൊരു എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കണ്ടും കേട്ടും പഴകിയ ലവ് സ്റ്റോറിയിലൊക്കെ ഈ പ്രേമത്തിന്റെ റിതം ഇങ്ങനെയാണല്ലേ? മനസ്സിലായില്ല. ഒരു പെണ്ണാണ് ഞാൻ. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, അത് മറച്ചു വെച്ച് ആ ആളെ കൊണ്ട് തന്നെ ഇങ്ങോട്ട് പറയിപ്പിക്കണമെന്നാ കരുതിയത്. പക്ഷേ എന്നേക്കാൾ ബുദ്ധിമാനായ ചെറുപ്പക്കാരനെ തേടി വന്നിരിക്കുക ഇപ്പൊ ഞാൻ. കാരണം അത്രയും കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ സെറ്റപ്പ് കണ്ടിട്ടോ കേണലിന്റെ മകനാണെന്ന് അറിഞ്ഞിട്ടോ അല്ല ഞാൻ സ്നേഹിച്ചത്. മനസ്സിൽ നേരത്തെ തോന്നിയിരുന്നു. പക്ഷേ തുറന്നു പറയാനൊരു നാണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തോറ്റു തരാനൊരു മടി. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. കണ്ടപ്പോഴേ ഒരുപാട് ആഗ്രഹിച്ചതാ. ഞാൻ തേടി നടന്ന ഒരാളെ കണ്ടെത്തിയതുപോലെ തോന്നി എനിക്ക്. തുറന്നു പറയാനുള്ള മടി എന്നെയും ബാധിച്ചു. ദേ, ഹൃദയത്തിന്റെ ഈ കോണിൽ ഒരിത്തിരി സ്ഥലത്ത് സ്നേഹം ഞാനും മറച്ചു വെച്ചിരുന്നു. അച്ഛൻ, I love you. I too love you. നീ ടപ്പോന്ന് പ്ലേറ്റ് മാറ്റിയോ? തുട്ടുള്ള വീട്ടിലെ കുട്ടിയാ വിട്ടുകളെ പ്രേമിച്ചോ? പ്രേമോ? ഇതവളുടെ ചതിയുടെ മറ്റൊരു രൂപം. ചതിയോ? അത് പെണ്ണിനല്ലേ പറ്റൂ. നീ ഒരാണല്ലേ? ആണിന്റെ ബുദ്ധിയും പെണ്ണിന്റെ രൂപവും അവൾക്ക്. ഒരു പെണ്ണിന് പ്രേമം തോന്നിയാൽ അത് അവളുടെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം. ഇത് അഭിനയമാണ്. എന്നെ പ്രേമിച്ച് അവളുടെ കാൽ ചുവട്ടിൽ വീഴിക്കാനുള്ള അടവ്. അപ്പൊ നീ തിരിച്ച് അവളോട് ഐ ടു ലവ് എന്നൊക്കെ പറഞ്ഞോ? അതോ, നിങ്ങൾ ഈ സിദ്ദിഖ് ലാലിന്റെ സിനിമകളൊന്നും കാണാറില്ല? ബ്ലാക്ക് ടിക്കറ്റ് വിറ്റിട്ടുണ്ട്. അവരുടെ ഒരു സിനിമയിൽ ഇത്തരം ഒരു സീനുണ്ട്. പരസ്പരം പാര വെച്ച് പ്രണയിക്കുക, ഒരു പ്രതികാരം. ബെസ്റ്റ് സീൻ. ഞാനും ഒന്ന് അഭിനയിച്ച് പ്രേമിക്കാൻ പോവുക. ഒരു അസല് നാടകം. അതിന്റെ അണിയറയില് വേറെ ചില ത്രില്ലിംഗ് ഇൻസിഡൻസും നമുക്ക് കാണാം.